നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ, വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്, വന്ദേ മാതരം. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഒരു വധശ്രമം, 4ാമത്തെ വധശ്രമം നടന്നു എന്നുള്ളത് ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റിയുള്ള എയർഫോഴ്സ് 1 എന്ന് പറയുന്ന ആ വിമാനം ആക്രമിക്കാനാണ്. അത് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. ആ പദ്ധതി എന്തായാലും പൊളിഞ്ഞു. സാർ, എൻ്റെ ഒരു ചെറിയ സംശയം, നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടന്നാൽ നമുക്കും ധാരാളം, ഇപ്പോൾ എയർപോർട്ടുകൾ ഒരുപാടുണ്ട്, 170ഓളം എയർപോർട്ടുകൾ നമുക്ക് ആയിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്താണ് ഇങ്ങനെ നമ്മളതിൽ ലാർജ് എയർപോർട്ട്സ് മാത്രം എടുത്താൽ മതി, അവിടെ നമ്മുടെ സ്പേസ് വരുന്നത്. അപ്പോൾ ആ ലാർജ് എയർപോർട്ട്സിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റോ ഒരു ശ്രമമോ നടക്കാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ പറയുന്നത് പോലെ എന്ത് സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ കഴിയും? നമ്മുടെ ഈ പറഞ്ഞ അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ ലാർജ് എയർപോർട്ടുകളെല്ലാം, അവിടുത്തെ എല്ലാം സുരക്ഷ കുറ്റമറ്റതാണോ? നമുക്കതേക്കുറിച്ച് എന്താണ് പറയാൻ കഴിയുക? ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പുറത്തുള്ള ഈ അറ്റംപ്റ്റിന് മുന്നേ ഞാൻ ഒരു 10 വർഷം മുമ്പ് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്തതാണ്, ഇമിഗ്രേഷന് ജോലി ചെയ്തതാണ്. അപ്പം എയർപോർട്ട് എനിക്ക് വലിയൊരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എയർപോർട്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്തപ്പോഴും ചുമ്മാ പോകുമ്പോഴും എല്ലാം ഞാനിതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് അടക്കം ഡൽഹി ഈ നമ്മുടെ ബോംബെയിൽ ടെററിസ്റ്റ് അറ്റാക്ക് 26/11 നടന്നപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ചൈന നമ്മുടെ ഹെലികോപ്റ്ററിൽ ആളൊക്കെ താമസിച്ചാണ് വന്നെങ്കിലും ഹെലികോപ്റ്ററിൽ പാരച്യൂട്ട് ചെയ്തു ഇറങ്ങിയത്, കയറിൽ കെട്ടിത്തൂങ്ങിയ. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ ചൈന അവിടെ റിഹേഴ്സൽ നടത്തി. അവർ പോലും ഇതിന് പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇങ്ങനെ ഒരു വന്നാൽ ചൈനയിൽ ബുദ്ധിമുട്ടാണ്, എന്നാലും അവർക്ക് മറ്റേ ഷിങ്യാങ് പ്രോൺസ് യൂഗൂർ മുസ്ലിംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവർ ടെററിസ്റ്റുകളുണ്ട്. അപ്പം അവരത് എല്ലാം കണക്ക് കൂട്ടി ഇതേ മോഡലിൽ റിഹേഴ്സൽ നടത്തി, ഒരു മോക്ക് ഡ്രിൽ. അപ്പോൾ ശരിക്കും ലോകത്തിലെ എല്ലാ ഏജൻസീസും, എല്ലാ രാജ്യങ്ങളുടെ ലീഡിങ് ഏജൻസീസും ടെററിസം ഫേസ് ചെയ്യുന്ന, ത്രെട്ടായിട്ട് ഫേസ് ചെയ്യുന്ന എല്ലാ, ഇന്ത്യ, ഇസ്രായേൽ, ഫ്രാൻസ്, UK, USA, റഷ്യ, ഇങ്ങനെയുള്ള ലീഡിങ് ഉള്ളവർക്ക്, അപ്പോൾ ചൈന അതിനകത്ത് വന്നല്ലോ, അവരെല്ലാം ലോകത്തൊരു സംഭവം ഇതുപോലെ ടെററിസ്റ്റ് അറ്റാക്കോ അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ്, ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ പുറത്ത് നടന്നതുപോലെയുള്ള ഒരു അറ്റംപ്റ്റോ നടന്നു കഴിഞ്ഞാൽ ഉടൻ അത് വെച്ചിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് റീഅസസ് ചെയ്യും. മൊത്തം നമ്മുടെ പ്രിപ്പയർഡ്നെസ് ഒന്ന് വിലയിരുത്തി അങ്ങനെ ചെയ്യും. പ്രത്യേകിച്ച് ഈ 2014 തൊട്ട് ആ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. അത് നമ്മൾ അഭിനന്ദനീയ അർഹമാണ്. അങ്ങനെ ആണ്. എങ്കിലും നമ്മൾ ഇപ്പം നിങ്ങൾ പ്രകടിപ്പിച്ച കൺസേൺ എനിക്കുമുണ്ട്. നമ്മളൊക്കെ നമ്മുടെ VVIPs ആരെന്ന് ഞാൻ പറയുന്നില്ല, VVIPസിനും ഒന്നും സംഭവിക്കാൻ പാടില്ല. അവർ നമ്മുടെയും കൂടെ ആളുകളാണ്, നമ്മുടെ സ്വത്താണ്. അപ്പോൾ അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മൾ കൺസേൺഡ് ആണ്. അങ്ങനെ കൺസേൺഡ് ആവാനുള്ള എല്ലാ അധികാരങ്ങളും, എല്ലാ റൈറ്റും, ട്രൂ ബ്ലൂ ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് പ്രശാന്തിനും എനിക്കുമുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഡിബേറ്റ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് സാറിന് മനസ്സിലായി, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അതെ, അവരൊക്കെയാണല്ലോ. അത് മാത്രമല്ല, പ്രസിഡന്റ് പിന്നെ വരുള്ളൂ. വേറെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് പറയണ്ട. അപ്പം ഈ നമ്മൾ ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പം തീർച്ചയായിട്ടും NSA അജിത് ഡോവൽ സാറ് മീറ്റിംഗ് വിളിച്ച് കാണും, റിഹേഴ്സൽ നടത്തി കാണും. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ചില ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഡിറ്ററൻസ് ഇതുപോലെ ടെററിസ്റ്റ് അറ്റാക്ക്, ഏറ്റവും വലിയൊരു ടെററിസ്റ്റ് അറ്റാക്ക് വരാൻ ഈ ഷോൾഡർ ക്യാരിങ് സ്റ്റിങ്ങർ ആൻഡ് മറ്റേ റഷ്യൻ ഗ്രെയിൽ, SS ഗ്രെയിൽ,
അതൊക്കെ അതും പിന്നെ ചൈനയുടെ വാൻഗാർഡ്. ചൈനയുടെ ആരും ഉപയോഗിക്കില്ല, കാരണം ഇത് കൊള്ളൂല്ലെന്നൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അപ്പോൾ റഷ്യയുടെയും US-യുടെയും വ്യാപകമായ തോതിൽ ആഫ്രിക്കയിലും എല്ലായിടത്തും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ സ്റ്റിങ്ങർ ഉപയോഗിച്ചതുപോലെ. അപ്പം ഇത് സംഘടിപ്പിക്കാൻ ടെററിസ്റ്റുകൾക്ക് വളരെ എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഇത് ക്യാരി ചെയ്യാൻ റഷ്യയുടെ 14 കിലോ ഉള്ളൂ, മറ്റേ സ്റ്റിങ്ങർ 15 ഉള്ളൂ. എനിവേ ബിലോ 15 to 20 റഷ്യയുടെ 14 ഉള്ളൂ. അപ്പം ഇത് കൊണ്ടു നടക്കാനും സ്മഗിൾ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്താൽ നമ്മൾ ആർ വി പ്രിപ്പയർഡ്, അവർ എയർപോർട്ട് ഇക്വിപ്ഡ്, ഡു വി ഹാവ് പ്രോപ്പർ ഡിറ്ററൻസ്? അല്ലാതെ അന്വേഷണ കമ്മീഷന് അഹമ്മദാബാദിലെ നമ്മുടെ ഗവൺമെന്റ് ദുരന്തം ഉണ്ടായിട്ട് നിങ്ങൾക്കറിയാം എന്താണ്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇങ്ങനെ കണ്ണും മുഴിച്ചിരിക്കുകയാണ് ഇത് എന്തോന്നു. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യുക. അത് തന്നെ ഒരു വയലറ്റ് കഞ്ചാവോ ഡ്രഗ്സ് എന്തോ കഴിച്ച് മറ്റേ ഫുക്കറ്റിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ട് വന്ന് അതിനകത്ത് തറയിലിരുന്ന് എയർ ഹോസ്റ്റേഴ്സ് ഒക്കെ പിടിച്ച് ഇതിന് വീഡിയോ ഒക്കെ കണ്ട്. അപ്പം ഇതൊക്കെ അവൻ ടെററിസ്റ്റ് ആക്കിക്കൂടി. പിന്നെ വേറെ ഒരുത്തൻ പിന്നെ കൊലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ ചവിട്ടി പൊളിക്കാൻ നോക്കുന്നു ജനല്. അതിനു മുമ്പേ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു അയ്യോ അതാവും വട്ടാണ്. അതായത് ആരും ഒന്നും അന്വേഷിച്ചില്ല. അതിനു മുമ്പേ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മുടെ ചില മാധ്യമങ്ങൾ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആർക്ക് എനി വൺ ക്യാൻ ബി എ പൊട്ടൻഷ്യൽ ത്രെറ്റ്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തിനകത്ത് ഏറ്റവും അധികം നമ്മുടെ ഭരണതന്ത്രജ്ഞർ അല്ല നമ്മുടെ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ത്രെട്ട് ഫേസ് ചെയ്യുന്ന കഴിഞ്ഞ ഒരു 5 ഇയേഴ്സാണ്. 5 ഇയേഴ്സ്. അപ്പോൾ അതിൽ 20 വർഷം എടുത്താൽ അതിൽ ഈ 5 വർഷം പ്രത്യേകിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്, പിന്നെ പലരും, ഈവൻ ചൈനയും എല്ലാവരും ഉണ്ട്. എന്തിനു പറയുന്നു, പ്യൂട്ടിൻ ചെയ്യൂലായിരിക്കാം, പക്ഷെ ചില സമയത്ത് അവർ ആലോചിക്കാതെ SU-57 നമ്മൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇതൊക്കെ അവർ അമ്യൂസ്ഡ്, ദേ വിൽ നോട്ട്, റഷ്യൻസ് വിൽ നോട്ട് ബി അമ്യൂസ്ഡ്. അതൊക്കെ അവിടെ കാണും, ഉള്ളിലൊരു അത് കരട് കാണും. അപ്പോൾ ആരാണത് ചിന്തിക്കുന്നത്? എന്താണ് പിന്നെ രാജീവ്ജിയെ കൊന്നത് ആരെന്ന് നമ്മൾ കണ്ടുപിടിച്ചത് വരെ ഇല്ല. നമുക്ക് വർമ്മ കമ്മീഷനും ജെയിൻ കമ്മീഷനും ഗൂഢാലോചനയൊക്കെ ഇപ്പോഴും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ രാജ്യത്തിനുള്ള ഒരു കുഴപ്പം. അപ്പം ഇവിടെ ഇതുപോലെ ഓരോന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ USA ചെയ്തതുപോലെ, ഇസ്രായേൽ ചെയ്തതുപോലെ എങ്ങനെ അതിനെ മുളയിലെ നുള്ളിക്കളയാം എന്നുള്ള ഇതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അത്ര ചില VVIPs നമുക്കുണ്ട്. അവര് എന്താണ് അവര്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വയം വിചാരിക്കണം ഞാനൊരു ടെററിസ്റ്റാണ്, എങ്ങനത്തെ എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പോൾ അത് പിന്നെ നമ്മൾ പോലും ഇങ്ങനെ കൺസേൺഡ് ആകുമ്പം ഈ ഡീപ്പ് സ്റ്റേറ്റ്, ചില രാജ്യങ്ങളുടെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ബാക്കിംഗ് ഉള്ള ടെററിസ്റ്റ് ഒറ്റയ്ക്ക് വരില്ല. ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ബാക്കിംഗ് ഉള്ളവർക്ക് വെൽ എക്വിപ്ഡാണ്. അപ്പം അവരെന്തിനും തയ്യാറായി വരും. അതിന് നമ്മൾ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പം എല്ലാം ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, നമുക്ക് ഈ സ്റ്റിങ്ങർ മിസൈൽ അല്ലെ മറ്റേ റഷ്യയുടെ ഗ്രെയിൽ മറ്റേ അത് വെച്ച അതും കൊണ്ടൊരുത്തം വന്നാൽ എങ്ങനെ നേരിടും? നമുക്ക് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് തൽക്കാലം മാറ്റി വയ്ക്കാം. അവിടെ പ്രോപ്പർ ഡിറ്ററൻസ് ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് എയർ ഇന്ത്യ 2025 എയർ ഇന്ത്യ ആക്സിഡന്റിന് ശേഷം നമ്മൾ കുറച്ച് ബീഫഡപ്പ് ആക്കിയിട്ടുണ്ട് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസി. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഇവിടെയൊക്കെ ജോലി ചെയ്തതെന്ന്, ഞാൻ അതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കും. ഈ സെക്യൂരിറ്റി ലാബ്സ് ഞാൻ എപ്പോഴും ആലോചിക്കും. ഈ നമ്മുടെ എയർക്രാഫ്റ്റ്, വലിയ എയർക്രാഫ്റ്റ് നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ട് മാത്രം എടുക്കാം. കാര്യം ഞാൻ കാണുന്ന ഏറ്റവും വലിയ റിസ്ക് ഇന്ത്യയിൽ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് ഉള്ളത് ഈ ഒരു സംഗതി. അപ്പോൾ പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ പെരിമീറ്ററൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ്, നമ്മുടെ വെളുപ്പാങ്കാലത്ത് വരുന്ന എയർക്രാഫ്റ്റ്, എൻ്റെ വീടിൻ്റെ പുളിയറക്കോണത്തിൻ്റെ തൊട്ട് മുകളിൽ കൂടെയാണ് പോണത്. ഇതെവിടെ പോകണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഇത് പോയി നേരെ വിഴിഞ്ഞത്താണ് പോണത്. മറ്റേ അടിമലത്തുറ
വിഴിഞ്ഞത്തിൻ്റെ അപ്പുറം. അവിടെ ചെന്നിട്ട് ഇതിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ താന്ന്, എൻ്റെ വീടിൻ്റെ അടുത്തേ താന്നാണ് വരണത്, വളരെ താന്ന് നമുക്ക് കോവളത്തും പൂന്തറയിലൊക്കെ നിന്ന എയർക്രാഫ്റ്റിനെ കല്ലെറിഞ്ഞ തിരുവല്ലത്ത് നിന്നാ നമ്മുടെ തൊട്ട് മുകളിലാണ്. എന്നിട്ട് തിരിഞ്ഞു വന്നാണ് ഇത് ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു IG ആണ്, സർവീസിലുണ്ട്, ഞാൻ സെക്യൂരിറ്റി IG ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതൊക്കെ എഴുതി കൊടുക്കും. ഞാൻ പണ്ട് വെറും CA ആയിരുന്നപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് സേഫ്റ്റി VVIPസിൻ്റെ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസറായിരുന്നു. ഈ ഗവർണറുടെയും റഷ്യൻ വൈസ് പ്രസിഡന്റോ വന്നപ്പോഴൊക്കെ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഞാൻ കൂടെ കിച്ചണിൽ കയറി പ്രിപ്പയർ ചെയ്യാൻ കൂടി ടേസ്റ്റ് ചെയ്ത്. അപ്പം അന്നേ ഞാൻ ഈ കുറേ ഇങ്ങനെ റെക്കമെൻഡേഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പലതും ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതേപോലെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് ഭയങ്കര റിസ്ക്കിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്താണ് അല്ല അത് കാര്യം ഞാൻ നമുക്ക് ഇത് വരുമ്പോൾ അല്ല ഈ എയർക്രാഫ്റ്റ് വരുമ്പോൾ ഇത്രയും താഴ്ന്നു വരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നേ പറ്റൂ. അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വരുമ്പം നമ്മൾ സ്റ്റിംഗർ മിസൈൽ അല്ലെങ്കിൽ ചൈനയുടെ വാൻഗാർഡ് മിസൈൽ, ഇങ്ങനെ 3 മിസൈലേ ഉള്ളൂ. ഇത് ആരെങ്കിലും വെച്ച് അതിനെ എയർക്രാഫ്റ്റിനെ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നേ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നമ്മുടെ VVIPs വരുന്ന അതിനെ അറ്റാക്ക് ചെയ്യുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എനിക്കൊന്ന് പിന്നെ ഈ കേരളത്തിലെ ഏറ്റവും അധികം അങ്ങനത്തെ റിസ്ക് ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. നെടുമ്പാശ്ശേരിയിലൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്, കൂടുതൽ സ്പേസ് ഉണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കൺസ്ട്രക്ഷൻസ് വളരെ അടുത്താണ്. അതായത് നോ കൺസ്ട്രക്ഷൻ ആൻഡ് നോ എൻട്രി സോൺസ് എൻഫോഴ്സ്ഡ് അറൗണ്ട് റൺവേസ്. അതായത് റൺവേക്ക് അടുത്ത് ഒരു മീറ്റർ അവർ പറയുന്നുണ്ട്. JFKയിൽ 10 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഒന്നും സമ്മതിക്കില്ല. നമ്മുടെ ഇവിടെ 20 കിലോമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഹൈ റൈസിങ് ആണ്, 20 മീറ്ററിൻ്റെ അപ്പുറം. അത് അതിൻ്റെ മുകളിൽ ഒരുത്തനും കയറി നിന്ന് അടിക്കില്ല എന്ന്. പക്ഷെ നമുക്കതല്ല വിഷയം. ഈ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ, സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എയർപോർട്ടിലെ ടാർമാക്കിൽ നിന്ന് റൺവേയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് പ്രൈവറ്റ് ഇതുള്ളത്? ഇവിടെ അടിമലത്തുറ, കഠിനംകുളം, വലിയതുറ, ശംഖുമുഖം, ചാക്കൈ, പിന്നെ സുലൈമാൻ സ്ട്രീറ്റ്, GV രാജ ലൈൻ, ശംഖുമുഖം, ഇതെല്ലാം ഇവർ ഈ കളർ കോഡ് വെച്ചിട്ടുണ്ട് ഈ സെക്യൂരിറ്റി റിസ്കിന്. പല ഗ്രീൻ, റെഡ്, ഓറഞ്ച്. റെഡാണ് ഏറ്റവും ഭയങ്കര. ആ റെഡ് സോണിൽ പെട്ടതാണ് ഇതെല്ലാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പ്രശാന്ത് ഇനിയിപ്പം ഇതുവഴി പോയി. ഇടയ്ക്ക് മുമ്പൊരിക്കലും നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഈ നമ്മുടെ എയർപോർട്ട് പരിസരത്തൊക്കെ, അതായത് ഈ പറഞ്ഞ പോലെ സാർ ഇപ്പോൾ പറഞ്ഞ ബേർഡ്സ് അല്ല സാർ, കെട്ടിടങ്ങളുടെ 3 നിലയ്ക്ക് മേളിലേക്ക് അനുമതി നൽകില്ല. അത് പിന്നീട് അതങ്ങ് മാറ്റി. പക്ഷെ അത് ഉയരമാണ്. നമുക്ക് ഉയരം മാത്രം നോക്കിയാൽ പോരാ. നമുക്ക് പ്രോക്സിമിറ്റി റൺവേ ആയിട്ട് എത്ര അടുത്ത് വരുന്നു നിങ്ങൾക്ക് അതുവഴി കാണാം. നമ്മുടെ അല്ല സാർ, എന്റെ വീട്ടിൽ നിന്നാൽ കാണാം. ശംഖുമല്ല, നമ്മുടെ വലിയതുറയ്ക്ക് മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ പൂന്തുറയ്ക്ക് പൂന്തുറയ്ക്കല്ല, മറ്റേ BSFന്റെ അങ്ങോട്ട് പോണ വഴിയില്ലേ, അങ്ങോട്ട് പോണ വഴി വന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമ്മുടെ എയർപോർട്ടിലേക്ക്. അതുവഴി പോകുമ്പം നിങ്ങൾ നോക്ക്, ഏത് ടെററിസ്റ്റിനും അവിടെ ഒരു സ്റ്റിംഗർ മിസൈൽ കൊണ്ടുവന്ന് നിന്നിട്ട് അടിക്കാം. ഏതൊരു അത് വലിയ റിസ്ക് ആണ്. അതെങ്ങനെയാണ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസി എന്തിനാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല അവർക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നോട്ടീസ് കൊടുത്ത് അത് പൊളിക്കാനുള്ള അധികാരമുണ്ട്. അത് എന്തിനാണ് ഇത് വെച്ച് താമസിപ്പിച്ചോണ്ടിരിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞ ഭൂമിയാണ് അതൊക്കെ. അതെനിക്ക് അറിഞ്ഞൂടാ, അവർ ഏറ്റെടുത്തോ ഇല്ലെന്നുള്ള അറിഞ്ഞൂടാ. പക്ഷെ അത് എപ്പോഴും അടിമലത്തുറ അത് ഇതൊക്കെ അത് പിന്നെ ആദ്യം എയർപോർട്ടിനോട് എന്നുള്ള നോക്കണം. അത് നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ, പ്രത്യേകിച്ച് റൺവേക്ക് അടുത്തുള്ള അതായത് ലീഗൽ പവേഴ്സ് ടു ഡിമോളിഷ് നോൺ കംപ്ലയൻറ്റ് സ്ട്രക്ചേഴ്സ്. ഞാൻ ഈ പറഞ്ഞ അതിനകത്ത് വരും. നോൺ കംപ്ലയൻസ് പറഞ്ഞാൽ കേൾക്കാത്ത അതിനെ പൊളിക്കാനുള്ള അധികാരം എയർപോർട്ട് അതോറിറ്റിക്കുണ്ട്. പിന്നെ മാപ്പിംഗ് ഓഫ്
ഓൾ റെസ്ട്രിക്റ്റഡ് ബിൽഡിങ്സ് ഇൻ അടിമലത്തുറ, കഠിനംകുളം, ഞാൻ ഈ പറഞ്ഞ ഏരിയയിലൊക്കെ മാപ്പിംഗ് ഉണ്ട്. ആ മാപ്പിങ്ങിലാണ് ഈ റെഡ് ഇതിൽ വരുന്നത്. പിന്നെ there are at Trivandrum International Airport there are private buildings that touch the airport boundary wall. And in അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എയർപോർട്ടിന്റെ അതിർത്തിയിലിരിക്കുന്ന മതിലിൽ പോലും തൊടുന്ന വിധത്തിൽ പിന്നെ കൊച്ചു റോഡേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഡിസ്റ്റൻസ് ആൻഡ് റൂൾസ് അറൗണ്ട് ബൗണ്ടറി വാൾ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് DGCA ഡസൻ മാൻഡേറ്റ് ഫിക്സ്. അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്ന അവർ ഇത്ര ഫിക്സഡ് ആയിട്ട് ഇത്ര മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ടാമാക്കിന് ഈ ഡിസ്റ്റൻസിൽ ഇത് പാടില്ല എന്ന് നിർബന്ധം പിടിക്കുന്നില്ല. ഇത്രയും നമ്മളെ എല്ലാവരും അലർട്ടൊക്കെ ആണെങ്കിൽ ആ ഒരു സംഗതി എന്തുകൊണ്ട് വയലേറ്റ് ചെയ്ത് അവിടെ ഓൾറെഡി നിൽക്കുകയാണ്, എന്തുകൊണ്ട് അത് പൊളിച്ചു മാറ്റുന്നില്ല? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ഇനിയുള്ള സെക്യൂരിറ്റി ഏജൻസീസും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും ഏവിയേഷനും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഈ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ പിന്നെ ട്രിവാൻഡ്രത്ത് VVIP വരണ്ടാന്ന് വെക്കണം. ഇത് ആരെന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ വലിയ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്ത നിങ്ങൾക്കും എനിക്കും ഇതിനെ ഇങ്ങനെ ചിന്തിക്കാമെങ്കിൽ ഇതൊക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ബാക്കിങ്ങോട് ചെയ്യുന്നവർ ഇതെല്ലാം ആലോചിക്കും. ഇപ്പം ട്രിവാൻഡ്രത്തിനെന്ന് നമ്മളിതെല്ലാം കണ്ടെങ്കിൽ അവർ ഇതിൻ്റെ അപ്പുറം സ്റ്റഡി ചെയ്തിട്ട് ഇതേ ചെയ്യുള്ളൂ. അവർ ഇന്ത്യയിലെ ഓരോ എയർപോർട്ടിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഷോസ് over 100 obstacles in Trivandrum approach funnel buildings, trees, towers, water tanks and 141 obstacles. അത് 141 റിമൂവ് ചെയ്തു. പക്ഷെ ഇനിയും ഉണ്ട് 100 ഒരെണ്ണം മതിയല്ല. അപ്പൊ അവിടെ എല്ലാം CSF വാട്ടർ ടാങ്ക് എല്ലാം ഈ പറഞ്ഞ സാറ് പറഞ്ഞ റെഡ് സോണിനകത്ത് പലയിടത്തും ഉണ്ട്. അതെ, അല്ല അവിടെയൊക്കെ CSF ഇടാൻ പറ്റൂല. ഇല്ല. പിന്നെ എയർപോർട്ട് സെക്യൂരിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര സ്റ്റേണായിട്ട്, പ്രത്യേകിച്ച് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഇൻ ദ ലൈറ്റ് ഓഫ് അറ്റംപ്റ്റ് ഓൺ ഡൊണാൾഡ് ട്രംപ് വിത്ത് സ്റ്റിംഗർ മിസൈൽ നമ്മുടെ ഇവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കണം, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം എയർപോർട്ടിൽ. അത് അങ്ങ് ഏറ്റെടുക്കണം. എന്നിട്ട് അവർക്ക് കോമ്പൻസേഷൻ, വിഴിഞ്ഞം പോർട്ടിൽ കോമ്പൻസേഷൻ കൊടുത്തില്ലേ, അതേപോലെ ഇത് ഇവിടെയും കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പോവില്ല, പോവില്ല എന്ന് പറഞ്ഞാൽ നിൽക്കണേ. അത് നിയമം കൊണ്ട് മറികടക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പൈസ കൊടുത്ത് അവരെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അവർ എയർപോർട്ടിൽ ദിവസം പ്ലെയിൻ വന്നിറങ്ങണ കണ്ടു വേണം ഞങ്ങൾക്ക് ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കേണ്ട കാര്യം തോന്നുന്നു. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇത്രയും ഡെമോക്രാറ്റിക് വാല്യൂ മറ്റേതുള്ള USA സമ്മതിക്കും. അതാണ് ഞാൻ പറഞ്ഞ 10 കിലോമീറ്റർ റേഡിയസിൽ അവർ ഒന്നും സമ്മതിക്കില്ല. JFKയുടെ നമ്മുടെ 20 ആണ്. പക്ഷെ 20 ഹൈ റൈസിങ് അതേ ഉള്ളൂ. മറ്റേ ഹൊറിസോണ്ടലായിട്ട് വരുന്നതിനെ കുറിച്ചൊന്നും അല്ല. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് ഉടനടി പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കി ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ഇതിനിടയ്ക്ക് കഷ്ടമൊന്നും. എന്നെക്കാളും ഇതുപോലത്തെ വിവരമുള്ള ശശി തരൂർ സാർ, അദ്ദേഹത്തെ എനിക്ക് അല്ലെങ്കിലും അറിയാം, എൻ്റെ ബോസായിരുന്നു UN-ൽ. അദ്ദേഹം ഒരു ലെറ്റർ എഴുതി വിട്ടളഞ്ഞു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക്. അത് വോട്ടിന് വേണ്ടിയാണ്. അവിടെ നിൽക്കുന്ന അതൊക്കെ കുറച്ചൊന്ന് വേവ് ചെയ്ത് കൊടുക്കണം. അദ്ദേഹം പോലും ഈ സ്റ്റിംഗർ മിസൈലിനെ പറ്റി അദ്ദേഹത്തിന് അറിഞ്ഞിടാത്തോണ്ടൊന്നുമല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രംപിൻ്റെ സബ്ജക്റ്റിന് ഇൻസിഡൻറ്റിന് ശേഷം അദ്ദേഹം പോലും ചിലപ്പോൾ വിചാരിക്കും ഞാൻ അയക്കണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വോട്ടിന് വേണ്ടിയാണ് അയച്ചത്, അവിടെയുള്ള ആളുകളെ സോപ്പിടാൻ വേണ്ടിയാണ് ചെയ്തത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു MP അയക്കാൻ പാടില്ല. വലിയ സെക്യൂരിറ്റി ത്രെട്ട് തന്നെയാണ്. സെക്യൂരിറ്റി ത്രെട്ടാണ് അത്. നമ്മുടെ ഈ പൊളിറ്റീഷ്യൻസിനകത്ത് കയറി ഇടപെട്ടാൽ എന്താ ചെയ്യും? ഇതുപോലുള്ള ആരെങ്കിലും പൊളിറ്റീഷ്യൻസ് ഇടപെടരുത്. അത് പണ്ടേ പിന്നെ 1000 വർഷമായി അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തുനിന്ന് 1 ഇഞ്ച് ഭൂമി കിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ കേരളത്തിലെ നോർത്ത് ഇന്ത്യൻസിനും ഡൽഹിയിൽ അഡ്മിനിസ്ട്രേഷനും സ്കെയർ എന്ന് പറയുന്നത് ഇവിടെ സ്ഥലം കുറവാണ്. മാത്രമല്ല പിന്നെ ഏതെന്ന് മറന്നുപോയി, നമ്മുടെ ഈ ഹൈവേ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ 25 ലക്ഷം രൂപയാണ് സെൻറ്റിന് വയ്ക്കുന്നത്. 2500 രൂപയ്ക്ക് സെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇവർ ഇത് എടുക്കാൻ വരണതിന് മുമ്പ്, എയർപോർട്ട് അല്ല നാഷണൽ ഹൈവേ അതോറിറ്റി വരണതിന് തൊട്ട് മുമ്പ് ഇത് എടുക്കുമെന്ന് കണ്ടപ്പോൾ 25 ലക്ഷം രൂപയായി. അല്ലെങ്കിൽ തന്നെ നല്ല പൈസ കൊടുക്കും. പക്ഷേ 25 lakhs ഒക്കെ 2500 രൂപ സെൻറ്റിന് കിട്ടുന്നിടത്തൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ
ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായുണ്ട്. നമ്മുടെ ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ സെക്യൂരിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും നമുക്ക് ഒരു പക്ഷേ കഴിയില്ല, ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. സാർ, ഈ അമേരിക്കൻ പ്രസിഡന്റിന് നേരെ നടന്ന ഈ വധശ്രമം വാസ്തവത്തിൽ ഇന്ത്യൻ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കേണ്ട എല്ലാ വിധത്തിലും കണ്ണ് തുറപ്പിക്കേണ്ടത്. നമുക്ക് ഈ നമ്മൾ തിരുവനന്തപുരത്തിന്റെ കാര്യം മാത്രം ചർച്ച ചെയ്തപ്പോഴാ എന്തൊക്കെ വിഷയങ്ങളാണ്. അല്ല, തിരുവനന്തപുരത്ത് ഞെട്ടിപ്പോകും പ്രശാന്ത്. ഒന്ന് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഞാൻ പറഞ്ഞ റോഡിൽ കൂടെ അത് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്ന് കയറും. സാർ, എനിക്ക് നിരവധി തവണ യാത്ര ചെയ്ത അനുഭവമുണ്ട്. പക്ഷെ ഞാനിത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. ഇങ്ങനെ ഈ തീപ്പെട്ടിക്കൂട് അടുക്കിയതുപോലെയാണ് അവിടെ വീടുകളും മറ്റുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്, കെട്ടിടങ്ങൾ. അതെ, കറക്റ്റ്. അപ്പോൾ ഇത് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മുടെ സെക്യൂരിറ്റി, VIP സെക്യൂരിറ്റി, അതിനെല്ലാം വലിയൊരു അപകടം നമ്മുടെ പടിവാതിൽക്കൽ എത്തി. അവർക്ക് ജോലി കൊടുക്കുക, സ്ഥലത്തിന് നല്ല വില കൊടുക്കുക, അവരെ അവിടുന്ന് മാറ്റിയേ പറ്റുള്ളൂ. ആരായിരുന്നാലും, ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവരെ വിഴിഞ്ഞം ഇത് ഒഴിപ്പിച്ചല്ല. അതിനേക്കാളും പ്രധാനമാണ് ഈ ഇത് ട്രിവാൻഡ്രം എയർപോർട്ട്. ബിക്കോസ് ഇവിടെ അല്ലേ VIPസിന് വരാൻ പറ്റും. നമ്മൾ ഈ കാര്യം പറയുന്നത് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കട്ടെ, അത് മാത്രമേ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുത്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ വേൾഡ് മൊത്തം നടക്കുന്ന ഓരോ ടെററിസ്റ്റ് അറ്റാക്കിനും നമ്മുടെ രാജ്യം പഠിക്കുകയാണ്. നമ്മൾ ഹോംവർക്ക് ചെയ്യണം. ഇവിടെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്തായാലും വരട്ടെ, അധികൃതർ ഈ കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തട്ടെ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയും, ആശിക്കാം. അതെ, അങ്ങനെ ആഗ്രഹിക്കാം, ആശിക്കാം. നന്ദി. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം.